പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ലേസർ പ്രിന്ററായ കനോൺ MF445dw എന്ന പ്രിന്ററിൽ എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുള്ള എല്ലാമുള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ മോഡൽ പ്രിന്ററിന് രണ്ട് വഴിയിലൂടെ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കാണുന്ന സ്കാനർ ഗ്ലാസ് വഴിയും ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ADF യൂണിറ്റ് വഴി നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി സ്കാൻ ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടെങ്കിലും അതേപോലെ ലീഗൽ സൈസ് പേപ്പർ വരെ നമുക്ക് ഇതിൽ സ്കാൻ ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കും. പക്ഷേ താഴെ കാണുന്ന സ്കാനർ ഗ്ലാസ് വഴി നിങ്ങൾക്ക് A4 സൈസ് മാത്രമേ സ്കാൻ ചെയ്യാൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇതേപോലെ കറക്റ്റ് നല്ല ഗുഡ് ഡോക്യുമെൻ്റ് വെക്കുക. അല്ലെങ്കിൽ താഴെ കാണുന്ന സ്കാനർ ഗ്ലാസ് വഴിയാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതാണ് ആ സ്കാനർ ഗ്ലാസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു ഓറഞ്ചിൽ ഒരു ആരോ മാർക്ക് കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സൈഡിലേക്ക് ആ എൻഡിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഡോക്യുമെൻ്റ് വെക്കേണ്ടത്. അവിടെ സൈസുകൾ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കറക്റ്റായി വെച്ചതിന് ശേഷം ഡോറ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതാണ് ഫോട്ടോസ്റ്റാറ്റിന് ഉപയോഗിക്കുന്ന സെറ്റിങ്സ്. ഇവിടെ ആദ്യം കാണിക്കുന്ന റേഷ്യോ ആണ്. നിങ്ങൾക്ക് ഫുൾ സൈസിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതുള്ളത് പേപ്പർ സെറ്റിങ്സ് ആണ്. ഇതിൽ കാണുന്ന പോലെ ചില സമയത്ത് രണ്ട് ഓപ്ഷൻ ചോദിക്കും, കാരണം രണ്ട് പിക്കപ്പ് ട്രേ വരുന്നുണ്ട്. അപ്പോൾ ഏതിലാണോ അതുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ കാസറ്റ് ട്രേ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ സെക്കൻഡാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ അടുത്തത് ഡെൻസിറ്റി ആണ്. ഇത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിന് ശേഷമുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോപ്പീസ് ആണ്. എത്ര കോപ്പീസാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഇത് കണ്ടില്ലേ സ്ക്രീനിൽ ആ പച്ച, അത് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്താണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വരുന്നതാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.